नाइटला 0 डिग्री वरुम मोन ये हमारा गाड़ी का ഓണർ ഭായി അപ്പൊ ഇവിടെ വന്ന് കുറെ വർഷമായി അല്ലേ? യുഎഇയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ജബൽ ജയ്സിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഏകദേശം 1925 മീറ്റർ ഉയരത്തിലാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ദുബായിൽ നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 30 മിനിറ്റാണ് ഇവിടേക്കുള്ള ദൂരം. പേരെന്ത്? ഒരു ക്ലാസ് ബാലകൃഷ്ണൻ. അപ്പൊ ഇവിടെ വന്ന് കുറെ വർഷമായി അല്ലെ? ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ? എന്നാടി നാട്ടിലിരുന്നു. അപ്പൊ ഫസ്റ്റ് വന്നു പിന്നെ വേലയെല്ലാം അടിപൊളി അല്ലേ? സൂപ്പർ. ഇപ്പൊ തണുപ്പ് തുടങ്ങി. പക്ഷേ വൈകിട്ട് വൈകിട്ട് ജനുവരി പറഞ്ഞ പകലിൽ ഇരിക്കും. പകലിൽ നല്ല തണുപ്പ്. പകലിൽ നല്ല തണുപ്പ് ഇருக்கு. നൈറ്റില് 0 डिग्री വരും. ഔട്ട്ഡോർ ആക്ടിവിറ്റികൾക്ക് പറ്റിയ ഒരു സ്ഥലം എന്ന് തന്നെ ഇതിനെ പറയാം. ആകാശം മുട്ടെയുള്ള പർവ്വതങ്ങളെ കണ്ട് ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള നിരവധി ആൾക്കാരാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ये हमारा गाड़ी का ओनर भाई है. नहीं फिर भी नाम क्या है? ഹമീദ് ഭായ്. നല്ല കോട മഞ്ഞാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇത് ഏകദേശം ഒരു 12 മണിയാവുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് കോട മഞ്ഞൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരെയാണ് വ്യൂ ഡക്ക് പോയിന്റ്. ഇതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സിബ്ലൈൻ റൈഡും സ്ലൈഡർ റൈഡും ഇവിടെ നമുക്ക് ആസ്വദിക്കാം. മണിക്കൂറിൽ 40 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന സ്ലൈഡർ റൈഡാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മുകളിൽ നിന്ന് നമുക്ക് കടലോര കാഴ്ചകളും മനോഹരമായ മൗണ്ടെയിൻ കാഴ്ചകളും ആസ്വദിക്കാം. യാത്രയുടെ സമയം ഏകദേശം 8 മിനിറ്റാണ് ടൈം. ടിക്കറ്റുകൾ ഇവിടുത്തെ കൗണ്ടറുകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. ഇവിടുത്തെ സ്ലൈഡർ റൈഡ് ടിക്കറ്റ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ റൈഡ് 50 dirhams ആണ്. പിന്നെ ട്രിപ്പിൾ റൈഡ് 120 dirhams. പിന്നെ രാവിലെ 10 തൊട്ട് 5 മണി വരെയാണ് ഇവിടെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നത് സമയം. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത പറഞ്ഞാൽ സ്ലൈഡർ റൈഡർ തന്നെയാണ്. മൗണ്ടെയിൻ്റെ അരികത്തായി ഒരുപാട് ഫുഡ് ട്രക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാതരം ഭക്ഷണങ്ങളും നമുക്കിവിടെ ആസ്വദിക്കാം. അതുകൂടാതെ നമുക്കിവിടെ സ്വന്തം പാചകം ചെയ്തും കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആഴമേറിയ മലയിടുക്കുകളും തരിയായി കിടക്കുന്ന പാറക്കെട്ടുകളും മണ്ണൊലിഞ്ഞ ഭൂപ്രകൃതികളും കൊണ്ട് മനോഹരമായ ഒരു പ്രദേശം. അപ്പോൾ ഇതിവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഓരോ ടേബിളുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ചെറിയ ചെറിയ കോഫി ഷോപ്പുകളൊക്കെ കാണാം. അടുത്ത നമ്മളുടെ യാത്ര വ്യൂ ഡക്ക് പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരമാണുള്ളത്. ആദ്യം നമുക്ക് ഇവിടെ 5 dirhams ആണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ. ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് അകത്ത് കയറാൻ. ഇതിൻ്റെ എല്ലാ ഭാഗത്തായി വ്യൂ ഡക്ക് പോയിന്റ് എന്ന് പറയുന്ന ഒരു ദൂരദർശിനി പോലത്തെ ക്യാമറകൾ നമുക്കിവിടെ കാണാം. അതിൽ നമുക്ക് മനോഹരമായ കടൽ കാഴ്ചകളും ദൂരെയുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1250 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8 കിലോമീറ്റർ വരെ ഉയരത്തിൽ ട്രക്കിംഗ് പാതയിലൂടെ നടന്ന് യാത്ര ചെയ്യാൻ നമുക്കിവിടെ സാധിക്കും. കുത്തനെയുള്ള മലമുകളിൽ നിന്ന് താഴെയുള്ള എല്ലാ കാഴ്ചകളും ആസ്വദിക്കാം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സിപ്ലൈൻ റൈഡും ഇവിടെ നമുക്ക് ആസ്വദിക്കാം. ട്രക്കിംഗ് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ എമിറേറ്റ്സ് ഐഡിയും ഒരു സിഗ്നേച്ചറും ഇവിടെ നമുക്ക് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അങ്ങോട്ടുള്ള യാത്ര. ഈ കാണുന്ന മലമുകളിലൂടെ ഏകദേശം 8 കിലോമീറ്റർ വരെ നമുക്ക് മുകളിൽ യാത്ര ചെയ്യാം. കുത്തനെയുള്ള നടപ്പാതകളും ചെരിഞ്ഞ പ്രദേശങ്ങളും കൊണ്ട് നല്ല അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ജബൽ ജയ്സ് വ്യൂ ഡക്ക് പോയിന്റ്.
ട്രക്കിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പറ്റിയ സ്ഥലം കൂടിയാണ് ജബൽ ജയ്സ് വ്യൂ ഡക്ക് പോയിന്റ്. ഓരോ 10-15 മിനിറ്റിൽ നമുക്കിവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാണാം. ജബൽ ജയ്സിലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ.